ഹലോ, വെൽക്കം ബാക്ക് ടു യു ആൻഡ് മീ ഫുഡ് ആൻഡ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ഇന്നത്തെ എൻ്റെ കറക്കവും ദിവ്യ ചേച്ചിയോടൊപ്പമാണ്. ചേച്ചി പലതവണ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞായിരുന്നു എൻ്റെ വീഡിയോ എടുക്കരുതേ എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ബസ്സിൽ പോകാനുള്ള ഡിസ്റ്റൻസ് ആണ് ഉള്ളത്, പക്ഷേ സ്ഥലമൊക്കെ കാണാമല്ലോ, ഒന്ന് വായി നോക്കി നടക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ദാ ഇവിടെയാണ്, കളമശ്ശേരിയിലെ ഡെക്കാത്തലോണാണ്. അത്യാവശ്യം സ്പോർട്സിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വലിയ ഒരു ഷോപ്പ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ എനർജി ഡ്രിങ്ക് ഒക്കെ, ഈ സ്പോർട്സിലെ ആൾക്കാർ കുടിക്കുന്ന ബോട്ടിൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ 99 റുപ്പീസിനാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ടീഷർട്ട്, സ്കൂൾ ബാഗ്സ്, ഇതിനെല്ലാത്തിനും ഓഫറും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ക്രീനിൽ എന്തോ ഓടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നതാണോ എന്ന് നോക്കാൻ ഞങ്ങൾ അങ്ങ് പോയപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ആ കുഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ബട്ടൺ ഉണ്ട്. ആ പ്രസ് ബട്ടണിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ആരോ പോലെ ഇരിക്കുന്ന വശങ്ങൾ റോൾ ചെയ്യും. അതായത് ഒരു മസാജിങ് എഫക്റ്റ് തന്നെ തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്. ഈ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. കഴുത്തിലും കാലിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ വേണ്ടവർ ഇവിടെ വന്ന് മേടിച്ചോട്ടാ. അങ്ങനെ ഞങ്ങൾ ടീഷർട്ടിനൊക്കെ 299 റുപ്പീസേ ഉള്ളൂ. പിന്നെ ട്രാക്ക് സ്യൂട്ട്, നോർമൽ പാൻറ്, സ്വെറ്റേഴ്സിൻ്റെ ഒക്കെ ഞങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്, സ്മൂത്ത് ആണ്, ഒരു അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലൊക്കെയാണ്. പിന്നെ ഇത് ഫുട്ബോൾ ആണെന്ന് തോന്നുന്നു. ഫുട്ബോളൊക്കെ ആണെങ്കിലും 299 റുപ്പീസിനാണ് ഉള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് എന്ത് സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും എടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എടുത്ത് കളിക്കുവാനും ഓടി നടക്കാനും പിന്നെ കുറച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഒരു ബോളൊക്കെ എടുത്ത് ഞങ്ങൾ ഒന്ന് കളിച്ചൊക്കെ നോക്കി. ഈ ബോളിന് വെറും 129 രൂപയേ ഉള്ളൂ. ഞങ്ങൾ മേടിക്കണമെന്ന് ഓർത്തു, പിന്നെ വേണ്ട, തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് ഓർത്ത് വീണ്ടും നടന്നു. പിന്നെ ഷട്ടിൽ ബാറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോർണറുണ്ട്. അതായത് സിംഗിളായിട്ട് നമുക്ക് മേടിക്കാം, ഡബിളായിട്ട് മേടിക്കാം. അതിനോടൊപ്പം കോക്കും അതുപോലെ അടിപൊളി മെറ്റീരിയൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഞങ്ങളൊന്ന് എടുത്തൊക്കെ നോക്കിയായിരുന്നു. പിന്നെ എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻസ്, അതൊക്കെ ഞങ്ങൾ റേറ്റ് നോക്കിയപ്പം 24,000 രൂപയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് EMI ഇട്ട് വാങ്ങാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചർ ഇവിടെ ഉണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനും കയറി നോക്കി ഒരു എക്സസൈസ് മെഷീനിൽ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കയറി ഇരുന്ന് നോക്കി. ഇതിനകത്ത് നമ്മൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നൊക്കെ ആ ഒരു ചവിട്ടുന്ന ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഞങ്ങളൊന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയായിരുന്നു. പിന്നെ ഈ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ സൈക്ലിംഗ് ചവിട്ടുന്ന സാധനം. ഇതിൻ്റെ പേരും എനിക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ പേരൊക്കെ അറിയുന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലും കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ചിരിച്ച് സന്തോഷിച്ച് അറുപതിച്ച് ഞാൻ ഇറങ്ങി വരികയാണ് അതിനകത്ത് കയറിയ ഒരു സന്തോഷം കൊണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ശരിക്കും മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ സൈക്കിള് ചവിട്ടാൻ പറ്റും അല്ലോ, അങ്ങനെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. അതായത് സ്പോട്ട് മീൻസ് അങ്ങനെ ഒരു ഏരിയയും കൂടെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ എടുത്ത് ചവിട്ടി നോക്കാം, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. പിന്നെ ഷൂവും കാര്യങ്ങളും, ഷൂവിനൊക്കെ ഇവിടെ ഓഫറും കാര്യങ്ങളും ഉണ്ട്. വേണ്ടവർ പോയി മേടിച്ചോട്ടാ. അപ്പോൾ ഞങ്ങളുടെ മെയിൻ സ്ഥലം എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് സൈക്കിൾ ചവിട്ടി നോക്കണമെന്നുള്ളത്, വലിയൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ ഞാൻ എടുത്ത് ഇവിടെ നിന്നൊക്കെ റൗണ്ട് അടിച്ച് നോക്കി. പിന്നെ കുഞ്ഞു പിള്ളേരൊന്നും വലിയവരൊന്നും ഇവിടെ ഒരു വ്യത്യാസമില്ല. ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനും ഇല്ല. നിങ്ങളത് എടുക്കണ്ട ചവിട്ടണ്ട എന്നൊന്നും പറയില്ല. നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മൾ ആ സാധനം മേടിച്ചാൽ മതി. പിന്നെ മൈൻഡൊക്കെ ഔട്ടായിട്ട് ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വരണം. വന്ന് കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലീസ് ആവും. നമ്മളൊരു സാധനം വാങ്ങണം എന്നൊന്നും ഇല്ല. നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാനാണെങ്കിലും ഇവിടെ അതിനൊരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം സഫലമായ സന്തോഷത്തിൽ ഞാൻ കുറേ റൗണ്ടൊക്കെ ചവിട്ടിയതിന് ശേഷം എന്താ സൈക്കിൾ കൊണ്ട് അവിടെ വെക്കുവാണ്. ഞാൻ എടുത്ത സൈക്കിളിന് 7,999 രൂപയായിരുന്നു. എന്തായാലും ഞാനത് വാങ്ങിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചവിട്ടി അവിടെ വെച്ചു. എന്തായാലും തിരിച്ചിറങ്ങിയപ്പോൾ ഒരു 7:30-8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. എന്തായാലും നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയോടെ ഞങ്ങൾ അവിടെ എത്തിയതാണ്. ഇത്രയും മണിക്കൂർ ഞങ്ങൾ അതിനകത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. പേരയ്ക്കയും തണ്ണിമത്തനും ഒക്കെ മേടിച്ച്
എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മൂഡ് ഓഫ് അടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ദേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഇതുപോലെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് എന്തായാലും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആണ്. ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചതിന് ശേഷം നേരെ ഇതാ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു. ചേച്ചി ഒരു ഫലൂഡ ഓർഡർ ചെയ്തു, ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുണ്ടല്ലോ ചായ, എന്തായാലും നമ്മൾ മിസ് ചെയ്യാൻ പറ്റത്തില്ല. നേരെ വന്ന് ഒരു ചായയും കുടിച്ചു. അതിനുശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ, സന്തോഷമായിട്ട്